ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണ ഉണക്ക കപ്പയും എല്ലുമാണ്. കപ്പ ബിരിയാണി എന്നും പറയും. അപ്പൊ കപ്പ കഴുകി വാരി വേകാനായിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലിലേക്ക് ചേർക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 5 ചുവന്നുള്ളിയും കൂടെ നന്നാക്കി ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പൊ ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് അതിലേക്ക് ചതച്ച പേസ്റ്റും, പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടെ എല്ലിൽ പിടിക്കാൻ പാകത്തിന് കുറേശ്ശെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലതായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം ഒരു 7 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലിനനുസരിച്ചിരിക്കും. ഞങ്ങൾക്ക് 7 വിസിലാണ് കേട്ടോ വന്നത്. കൂടുതൽ വേണമെങ്കിൽ ഓരോ കുക്കറിൻ്റെ ഒക്കെ വ്യത്യാസം വരുമായിരിക്കും കേട്ടോ, അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ ഒരു പച്ചക്കപ്പയിൽ ചെയ്യുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് മറക്കാണ്ട് പോയി കാണണം. അപ്പൊ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പീര വറുത്തിട്ടാൽ നല്ലതാണെന്ന്. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങാപ്പീരയൊക്കെ വറുത്തെടുത്തു. ഒരു എന്നാ പറയുന്നത്, ഒരു 2 കൈപ്പിടി തേങ്ങാപ്പീര അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഓവറായിട്ടൊന്നും എടുത്തിട്ടില്ല. അതും വറുത്ത് വെച്ചു. അത് വറുത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ എല്ല് കൂട്ടൻ റെഡിയായി വന്നു. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല, അതിന് പകരം നമ്മുടെ പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു ഇത് 3 കൂടെയാണെന്ന് പൊട്ടിക്കുന്നത്. അതിനകത്ത് തക്കോലം ഉണ്ടായിരുന്നില്ല, തക്കോലം ഉണ്ട്, അതും കൂടി ചേർത്ത് നോക്കുക. വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് വരും. അപ്പൊ അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേനും നമ്മൾ എല്ലിൽ ചേർക്കാൻ വേണ്ടി ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് വഴറ്റി സവോളയും കറിവേപ്പിലയും ഒരു ലേശം ഉപ്പും കൂടെ, കാരണം നമ്മൾ ഓൾറെഡി എല്ലിലും കപ്പയിലും ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കണം. മസാലപ്പൊടികൾ നമ്മൾ എല്ലിൽ അതിന് വേണ്ടി ആവശ്യമുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ബാക്കി ചാറൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ ഇതിലേക്ക് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല അത്രയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റണം. കാരണം കാശ്മീരി മുളക് പൊടിക്ക് ഒരു കുത്തലുണ്ട്. അപ്പൊ അത് പോകുന്നിടം വരെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും കൂടെ ചേർത്ത് നല്ലതായിട്ട്, ഇതിപ്പോ ഞങ്ങൾ എല്ല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ബീഫ് ഇറച്ചിയും കൂടെ ചേർക്കാം. അങ്ങനെയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്രാവശ്യം ഞങ്ങൾ എല്ല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ന്യായമായിട്ട് എല്ലില് ഇറച്ചി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പൊ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് അതിലേക്ക് ആ കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് എങ്ങനെ ആകും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉണക്കക്കപ്പയിലേയും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണം ഇതൊന്ന് യോജിപ്പിച്ചെല്ലാം കഴിയുമ്പോൾ ഇതിലേക്ക് വേണം 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഇളക്കി കൊടുക്കാം. പക്ഷെ ഇതിപ്പോൾ ഉണക്കക്കപ്പ ആയതുകൊണ്ട് ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലേക്ക് കുറച്ച് സവോള കൊത്തി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ആ തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ട് ട്രൈ ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. ബൈ.